അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട്. പൊന്നാര ഹബീബിങ്ങളെ, പറയാൻ പോണ വിഷയം ആടുജീവിതത്തെ പറ്റിയാണ്. ആടുജീവിതം എന്ന സിനിമ പറ്റി. ആ സിനിമ ഫിലിം എടുത്തില്ലേ, അതിനെപ്പറ്റി നജീബ്, പൃഥ്വിരാജ്, ആരൊക്കെ കൂടി ഡയറക്റ്റ്, അതിലൊക്കെ ഒരു കോടികളിൽ ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പോയി. പ്രയാസപ്പെടുന്ന പ്രവാസികളാണ്. കാരണം എന്താ പറയുക, ഈ സൗദിയക്കാരോ അത് തർജ്ജമ ചെയ്ത് പറഞ്ഞു കൊടുത്തു. സർവ്വലോക സൗദികൾക്കും അത് മനസ്സിലായി. എന്ത് ഇവർ നമ്മളെ കുറ്റം പറഞ്ഞു, നല്ല കാര്യങ്ങൾ പറയണില്ല, ഇങ്ങനത്തെ എന്തൊക്കെയോ പറയാനാണ്. എന്നോട് വന്നിട്ട് പറഞ്ഞു, സൗദിക്ക് ഞാൻ നാട്ടിൽ പോയി തിരിച്ച് വന്ന് പെരയ്ക്ക് വന്ന് കയറിയ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും സലാം. സൗദിക്കും ഹിന്ദിക്കും പ്രശ്നം എന്നാണ്. ഞാൻ വിചാരിച്ചു എന്തോ യുദ്ധം നടക്കുന്നുണ്ട്. പഠിച്ചു എന്ത് പ്രശ്നം നമുക്കറിയില്ലല്ലോ, ഇങ്ങനെ കിട്ടുന്നു. അയാളെന്നോട് പറഞ്ഞു, എനിക്കറിയില്ല, ഒരു പ്രശ്നമില്ലല്ലോ സാറാണല്ലോ. അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുക. എന്നോട് പറയാ, ഫിലിം എന്ത് ഫിലിം പടച്ചോമ്പലാണ്, എന്തത് ഫിലിം വിചാരിച്ചിങ്ങനെ നിൽക്കുക. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, ഫിലിം അങ്ങനെ അപ്പോൾ മനസ്സിലായി ആടുജീവിതം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അന്ന് മുതൽ 16-ാം തീയതി വന്നു, 17-ാം തീയതി അവരുടെ അടുത്തേക്ക് പോയി. 17-ാം തീയതി മുതൽ ഈ സമയം വരെ, ഇന്ന് രാത്രി കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരും, വേറെ ടീമാണ് വരിക. ഈ വന്നോരൊക്കെ തന്നെ പറയാം, ഹിന്ദി പോയി വന്നിച്ച് ഹിന്ദി ഖർബാൻ 10 രൂപ തരണമില്ലാതെയായി. പൃഥ്വിരാജും മറ്റവനൊക്കെ ഇവനൊക്കെ ഉണ്ടല്ലോ, എന്താണ് നജീബൊക്കെ പാസ്സുണ്ടാക്കി, എൻ്റെ ഡയറക്റ്റ് വേറെ ഏതാ ചങ്ങായി ഒക്കെ കായുണ്ടാക്കി. നമ്മളെ പാവപ്പെട്ടവർ കുടുങ്ങിയത് അനുഭവം പറയാണ്, വേറെ ആര് പറയണോ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരു അസ്ഡ്രൈവറായിട്ട് ഉണ്ടായി, ഒരു 3 മദ്രസ റെഗുലറായിട്ട് പോയോ കൊണ്ടുവരിക അങ്ങനെയുണ്ടായി. കഫീലിൻ്റെ മുതലാളി ഇല്ലാത്ത ദിവസം 5 എണ്ണം കൂടുതലുണ്ടാവും, 8 എണ്ണം ഉണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ എന്തായി, ഈ 3 നിന്നു. അതിലൊരു കുട്ടി വലിയ അക്കരായി, ഓനൊരു വണ്ടി വാങ്ങി, ഈ ഫോൻ തന്നെ പോയി അങ്ങനെ വരും. ഇപ്പോൾ വണ്ടി വന്ന അന്ന് മുതൽ ഞാൻ ഈ പാടുപെടുന്ന ഈറ്റങ്ങളൊപ്പം എവിടെയും ചോറ് ഗാവ അങ്ങനെയുള്ള പരിപാടിയായിട്ട് അങ്ങനെ പോകും. അപ്പോൾ ആടുജീവിതം കൊണ്ട് പാവപ്പെട്ട പ്രവാസിക്ക് നല്ലൊരു ക്ഷീണമുണ്ട്. ഉണ്ടാക്കണവരുണ്ടാക്കി. ഇത് സത്യമാണ്, ഉള്ളെന്ന് പറയാണ്, ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരുടെ മനസ്സിലും ഒരു പകണ്ട്. സൗദി എന്ന് പറഞ്ഞവൻ നമ്മളെ കണ്ട പരിചയത്തിൽ പറയണം, സൗദി ഹിന്ദി ഖർബാൻ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇതാണ് സംഭവം. അപ്പോൾ നല്ലത് കാര്യങ്ങൾ എന്തോ ഉണ്ടല്ലോ, എന്തെങ്കിലും പറയാത്ത വീഡിയോ എടുക്കാത്തത്, എവിടെയെങ്കിലും ഒരു പ്രശ്നമുള്ളത് എടുക്കുക ആദ്യം. അപ്പോൾ എത്ര ആൾക്കാർ കച്ചവടം ചെയ്യുന്നത് നന്നായി പോണ്, പല കാര്യങ്ങളും ഉപകാരങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതെന്തെങ്കിലും വീഡിയോ എടുക്കാത്തത്? എവനോ ചെയ്തത് ഇങ്ങനെ വീഡിയോ എടുത്ത് സൗദിയാളം മൊത്തത്തിൽ നിങ്ങൾ നാസാക്കിയില്ലേന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്വന്തം അനുഭവമാണെന്ന് എനിക്ക് ഉള്ള അനുഭവം പറയണം കേട്ടോ. ഇനി വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മൊത്തത്തിലത് ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഈ ഞാനൊരു പട്ടിക്കാട്ടില്ല, ഇവർക്ക് വരെ അത് അറിയുമ്പോൾ വേറുള്ളവർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടങ്ങാറാക്കരുത്. നമ്മളെ കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം, ഇനി വരുന്നവർക്കും ഇത് പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ തന്നെ അടക്കൊക്കെ വരെ ഫോട്ടോ പിടിച്ചു വിട്ടുന്ന് കുട്ടികളെയൊക്കെ പെടും. ഇപ്പോൾ അത് തൊടാൻ പാടില്ല, എനിക്ക് പേപ്പർ എഴുതി വെച്ചിരിക്കുന്നത് ഒപ്പിടണമെന്ന്. ഇതിങ്ങനെ മാതിരി എന്തെങ്കിലും ചെയ്താൽ എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുള്ളതിനെ എഴുതി അവിടെ വെച്ചിരിക്കണേ, ഞാൻ പോയി ഒപ്പിടണം ഞാൻ. അത് സത്യമാണ്. അതായത് ഞാൻ ഈ കുട്ടികളെ വീഡിയോ ഒരീസൊക്കെ എടുത്തുകൊണ്ട് യൂട്യൂബിൽ എവിടെ ഇട്ടിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കുട്ടികളുണ്ടാവും ചിലപ്പോൾ വണ്ടി പോണത്, മദ്രസ് ചോറ് വെക്കണത്. അപ്പോൾ ഞാൻ ഈ ചോറ് വെക്കണ പണിയുണ്ട്. ഇതിപ്പോൾ വരുന്നോലൊക്കെ 10-50 തന്നത് 20 തന്നതിന് 30-50 തന്നെ അക്ക നിന്നു. ഒരു വള്ളം വരെ തരലില്ല. ഇപ്പോൾ ഈ വന്നിട്ട് 10-17 ദിവസമായി, വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആടുജീവിതം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആടുജീവിതം എന്ന സിനിമ, ആ ഫിലിം എടുത്ത് ഓല് കാശുണ്ടാക്കിപ്പോയി, പാവപ്പെട്ട ജനങ്ങൾ കുടുങ്ങി. അതായത് ഈ സൗദിയിലെ ഇത്ര നല്ലോലാണ്, ഒരുപാട് ആൾക്കാർ ജീവിച്ചുകൊണ്ട്, എത്രയോ ലക്ഷങ്ങൾ അല്ലേ, 80 ലക്ഷത്തോളത്തെ ആൾക്കാർ വിദേശികളുണ്ട് അല്ലേ, 50,000. അപ്പോൾ
ഓലൊക്കെ ഇല്ലാത്തൊരു പ്രശ്നം ഇവർക്ക് ഒരു 4 റുപ്യ ഫിലിമിൽ കിട്ടുന്ന വിചാരിച്ചാൽ അതിന് നിന്ന് കൊടുക്കണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണതേ. അപ്പോൾ അത് സത്യമാണ്, ഇത് നുണ അറിയല്ല. ആടുജീവിതം എന്ന സിനിമ ഇവർക്കാരോ തർജ്ജമയാക്കി ആകെ പ്രശ്നമായിക്കണ്. അതുകൊണ്ട് പൊന്നാര ഹബീബിങ്ങളെ ഇനി ഇങ്ങനെ ആരും ഉണ്ടാക്കലിട്ടോ. ഇത് നിർത്താണ് ഇവിടെ, ഈ വീഡിയോ ഇവിടെ നിർത്തി. ബായ്.